ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൗഡ്ലി പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 10 ചോദ്യങ്ങളായിട്ടുള്ള ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ മത്സരം ഇവിടെ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു വലിയൊരു മഹത്തായ ഒരു സംരംഭം നമ്മൾ ആരംഭിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാനലുമായി ബന്ധപ്പെട്ട് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിലെ സാധാരണ അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന അസുഖങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വീടില്ലാത്തതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് ഒരു താങ്ങായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ. പാവങ്ങളെ സഹായിക്കുക, അതോടൊപ്പം തന്നെ 100 സാധാരണക്കാർക്ക്, അതായത് 100 വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹസംഗമം കൂട്ടായ്മ സെപ്റ്റംബർ 1-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത്. രാഷ്ട്രീയ, മത, സാമൂഹിക, കലാ മേഖലയിലെ നിരവധി സാന്നിധ്യങ്ങൾ അവിടെ ഉണ്ടാകും. ഈ ഒരു പരിപാടിയിൽ തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ മീഡിയ VMTയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിൽ നിന്ന് പങ്കാളികളാവാം. ഇത്രമാത്രം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ നിങ്ങൾക്കും പങ്കാളികളാവാം. അപ്പോൾ പതിപോലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മണ്ണിൽ പൊതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പൊതുമഴ വീഴണുണ്ടേ, ൊരാളുടെ കണ്ണീർ വീണ പോലെങ്കിലും നാലും അറിയണുണ്ടേ, മിണ്ടാൻ മരിതറിയറിഞ്ഞത് കണ്ടില്ല കണ്ടില്ല നിൻ മനവ്, കണ്ടില്ല കണ്ടില്ല നിൻ മനവ്. ആരംഭിക്കുകയാണ് ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ടീമാണ് ഇഞ്ചോടിഞ്ച് മത്സരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമസ്കാരം. അത് തന്നെ ചോദിച്ചത് സമ്മാനം എന്താന്ന്. ശരി, പേര് നിതിൽ. എവിടെ സ്വന്തം സ്ഥലം എവിടെയാണ്? ഗുരുവായൂർ. ഓക്കെ, ശരി. എന്താണ് സാർ ജോലി? എന്താണ്? എവിടെയാണ്? ചെങ്ങന്നൂരാണ്. ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് എപ്പോൾ എത്തി? ഇന്ന് രാവിലെ എത്തി. ഇന്ന് തന്നെ തിരിച്ചു പോകുന്നു. പേരെന്താണ്? മൃദുല. ജോലി ഒന്നും ചെയ്യുന്നുണ്ട് ചേച്ചി? ഒന്ന് മുന്നേ എന്തായിരുന്നു? ഏത് മേഖലയായിരുന്നു? കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. ശരി. എന്ത് ചെയ്യുന്നു വിസ്മിത? എവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? CSIR. ഓക്കെ. ജ്വാല മിടുക്കി കുട്ടിയാണല്ലോ. പാട്ട് പാടും അല്ലേ ജ്വാല? ഇല്ല. എന്തൊക്കെ ഹോബീസ് എന്തൊക്കെയാണ് ജ്വാലയുടെ? ശരി. എത്രയിൽ പഠിക്കുന്നു ജ്വാല കുട്ടി? 5-ാം ക്ലാസ് പഠിക്കുന്നു. പേര് പറ. ലക്ഷ്മി. സുഖമായിരിക്കുന്നോ? പഠിക്കാനൊക്കെ മിടുക്കിയാണോ? ഓക്കെ. എത്രയിലെത്തിപ്പോ? UKG-ലാണ്. പാട്ട് പാടിക്കോ. രണ്ടുപേരും പാട്ട് പാടും. ഒരുപാട് പേര് കണ്ടോണ്ടിരിക്കല്ലേ? പാടിക്കോ. ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. രണ്ടുപേരും പാടിക്കോ. പാട്. രണ്ടുപേരും ചേർന്നിട്ടൊരു പാട്ട് പാടും. നിങ്ങൾ വരുമ്പോ ഏതൊരു പാട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഏത് പാട്ടായിരുന്നു? പെരിയോനെ പാടിയാ കേൾക്കട്ടെ. അടിപൊളിയായിട്ട് പാടും. ലക്ഷ്മി കുട്ടി പാട്ട് പാട്. ഇഷ്ടമുള്ള പാട്ട്. റെഡി? 1 2 3 സ്റ്റാർട്ട്. മണ്ണിൽ പൊതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പൊതുമഴ വീഴണുണ്ടേ, ഒരാളുടെ കണ്ണീർ വീണ പോലെങ്കിലും നാലും അറിയണുണ്ടേ, മിണ്ടാൻ മരിതറിയറിഞ്ഞത് കണ്ടില്ല കണ്ടില്ല നിൻ മനവ്, കണ്ടില്ല കണ്ടില്ല നിൻ മനവ്. പാട്ട് പാടുന്ന സമയത്ത് ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല കേട്ടോ. അവർക്ക് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ അങ്ങനെയാണ്. ചിലപ്പോ ആരെ എവിടെ എങ്ങനെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചിരിക്കുമ്പോൾ ആളുടെ കോൺഫിഡന്റ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ശരി, പേര് പറ. അനു. എന്താണ് ജോലി? എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. പറയും. എന്ത് ചെയ്യുന്നു നിദ്ര? +1. എവിടെയാ പഠിക്കുന്നത്? ചാലിശ്ശേരി. ഓക്കെ. ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? കൊമേഴ്സ് എടുത്തിരിക്കുന്നത്. എന്ത് ജോലി? ഒന്നും ചെയ്യുന്നില്ലേ? ധ്വനി. എത്രല്ല? 8-ല്. എവിടെയാ? ശരി. അപ്പോ കുറച്ച് സമയം കൂടി ഇങ്ങനെ കറങ്ങിയിട്ട് വീണ്ടും തിരിച്ചങ്ങ് നാട്ടിലേക്ക് പോകേണ്ട പരിപാടി അല്ലേ? ശരി. ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഫസ്റ്റ് ടൈം ആണോ ഇവിടെ ട്രിവാൻഡ്രത്ത് വരുന്നത്? സാറ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട്? ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? ശരി.
അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ഒരു 10 ഫണ്ണി ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ആരാണ് കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളാണ്. 10 ചോദ്യത്തിലെ ആദ്യ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സംഗതി ഫണ്ണിയാണ്, GK ഒന്നുമല്ല. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ചോദ്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. സാർ കുറച്ച് അടുത്തോട്ട് പോകും. ചോദ്യം, നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും യാത്ര? ആ ക്ഷേത്രത്തിൽ മാത്രം. ആറ്റുകാലിലൊന്നും പോയിട്ടില്ല? ഇല്ല, സമയം കിട്ടിയില്ല. ഓക്കെ, ചോദ്യം, നമ്മൾ ചിലപ്പോൾ ക്ഷേത്രത്തിൽ ഈ ശബ്ദം നാമജപത്തിന് മാത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് ക്ഷേത്രത്തിലൊന്നും പോയി കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കരുത്, പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് നിശബ്ദത പാലിക്കുക എന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് അല്ലേ കാണാം. ചോദ്യം ഇതാണ്, ശബ്ദമുണ്ടാക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? കുസൃതിയാണ് എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ളതാണ്. ശബ്ദമുണ്ടാക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? അത് മനുഷ്യർ ശബ്ദമുണ്ടാക്കുക എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്, ശബ്ദമുണ്ടാക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? മനുഷ്യരുമായി ബന്ധപ്പെട്ട സംഭവമല്ല, പക്ഷേ ഇതൊരു നിയമമാണ്. നിയമത്തിന്റെ ഭാഗം കൂടിയാണത്. അല്ല, ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ശബ്ദമുണ്ടാക്കുക, എല്ലാവർക്കും നിശബ്ദത പാലിക്കുക എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ശബ്ദമുണ്ടാക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? അതൊരു ഇംഗ്ലീഷ് ടൈപ്പിലാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ എങ്ങനെയാണ്, നമ്മൾ ഏത് സ്ഥലത്താണ് നമ്മൾ കാണുന്നത് ശബ്ദമുണ്ടാക്കുക എന്നുള്ളത്? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരും മീൻസ് മുതിർന്നവരൊക്കെ നമ്മുടെ യാത്രകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത്. അറിയില്ല. ഓക്കെ, അതിന് ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ പിറകിൽ എഴുതിയിട്ടുണ്ടാവും സൗണ്ട് ഹോൺ എന്ന് പറഞ്ഞിട്ട്. സത്യല്ലേ? ശരി, രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ചോദ്യം ഇതാണ്, മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്ന ഒരു വസ്തുവിന്റെ പേര് ചില ഹോസ്പിറ്റലുകളിൽ എഴുതിയിട്ടുണ്ടാവും. ചില ഹോസ്പിറ്റലുകൾ, മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിൽ എഴുതിയിട്ടുണ്ടാവും. എന്താണ്? മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പേര് ചില ഹോസ്പിറ്റലുകളിൽ എഴുതി വെച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. ഹോസ്പിറ്റലിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ കാണുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പേര്. വല്ലാത്ത ചോദ്യമായി പോയല്ലേ? അല്ല, കുസൃതിയാണ്. നമ്മുടെ വീടുകളിൽ കാണും, മിക്കവാറും എല്ലാ വീടുകളിലും കാണും. ഈ പ്രൊഡക്റ്റിന്റെ പേര് ചില ഹോസ്പിറ്റലിൽ ആ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ ICU എന്നൊക്കെ എഴുതുന്നില്ലേ, അതുപോലെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ല അല്ല ഇല്ല. ഓക്കെ, അതിന്റെ ശരി ഉത്തരം എമർജൻസി എന്നാണ്. എമർജൻസി, നമ്മുടെ വീട്ടിൽ എമർജൻസി ഇല്ല ഉണ്ടല്ലോ, അത് എല്ലാ ഹോസ്പിറ്റലിലും, മിക്കവാറും ഹോസ്പിറ്റലിൽ എമർജൻസി സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ശരി, മൂന്നാമത്തെ ചോദ്യം, കുളിക്കും തോറും മെലിയുന്ന എന്താണ്? സോപ്പ്. ആരാ പറഞ്ഞത്? റൈറ്റ് ആൻസർ, സോപ്പ്. ഓക്കെ, ആദ്യത്തെ ഉത്തരം വന്നിരിക്കുന്നു. ഓക്കെ, നാലാമത്തെ ചോദ്യം, ഒരു നാടിന്റെ പേരിൽ പറയപ്പെടുന്ന പച്ചക്കറി. നമ്മൾ പൊതുവെ പറയുന്നതാണേ, ഒരു നാടിന്റെ പേരിൽ മീൻസ് ഒരു നാടുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു പേര് അല്ല, പച്ചക്കറി. ഒരു നാടിന്റെ പേരിൽ പറയപ്പെടുന്ന ഒരു പച്ചക്കറി. ഒരു ക്ലൂ എന്ന് പറയുന്നത് ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല, പക്ഷേ ഈ പച്ചക്കറി നമുക്ക് കഴിക്കാം. ഈ പച്ചക്കറിയുടെ പേരിലാണ് ഈ ഇതും ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ പൊതുവെ പറയുന്ന വാക്കുകളിൽ പറയുന്നതാണിത്. ഒരു നാടിന്റെ പേരിൽ പറയുന്ന പച്ചക്കറി ഇതാണ്. ഈ പച്ചക്കറിയുടെ പേര് ഇതിനോടൊപ്പം ചേർത്താണ് പൊതുവെ പറയാം. ദേഷ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന, ചിലപ്പോൾ പറയാറില്ലേ ഈ നാട്ടിൽ എന്തും നടക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് പറയുന്ന ഒരു പേരാണിത്. വെള്ളരിക്ക പട്ടണം. റൈറ്റ് ആൻസർ, രണ്ടാമത്തെ വെള്ളരിക്ക പട്ടണം. ഓക്കെ, അടുത്ത ചോദ്യം, ജീവിച്ചിരിക്കുമ്പോൾ ചില ആൾക്കാർ ഒരുപാട് ശബ്ദമുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ശബ്ദം ഉയർത്തിയ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് പരിചയമുണ്ട് അല്ലെ, തെറ്റിനെതിരെ ചൂണ്ടിക്കാണിച്ച ഒരുപാട് പേര്. ചോദ്യം, ചത്തതിന് ശേഷം ശബ്ദമുണ്ടാക്കുന്ന എന്താണ്? ചത്തതിന് ശേഷം ശബ്ദമുണ്ടാക്കുന്ന എന്താണ്? ചത്തതിന് ശേഷം മാത്രമേ ഇത് ശബ്ദം ഉണ്ടാക്കൂ. സാറ് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ചത്തതിന് ശേഷമാണ് ഇത് ശബ്ദം ഉണ്ടാക്കുക. ചത്തതിന് ശേഷം മാത്രമേ ഇതിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരും. ഓക്കെ, ശരി. ഓപ്ഷൻ ഒരു ക്ലൂ തരാം. ചില ആൾക്കാർ വീടുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ല. ഒരു ക്ലൂ കൂടെ തരാം. നമ്മുടെ ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനാലയങ്ങളിൽ നമുക്ക് കാണുന്ന ഒരു സംഭവമാണ് ഇത്. ഒരു ക്ലൂ കൂടെ തരാം. ക്ഷേത്ര നട തുറക്കുക, അടക്കുക എന്നൊക്കെ പറയില്ലേ? അല്ല, ഏതാണ് കരുത്തെത്തി, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഡക്റ്റ്. ചത്തതിന് ശേഷമാണ് ഇതിൻ്റെ നിന്നും ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അത്ര വരെ ഇതിൽ നിന്നും ശബ്ദം വരാറില്ല. ശംഖ്. റൈറ്റ് ആൻസർ. ശംഖ് എന്ന് പറയുന്നത് അത് ജീവി, അത് ചത്തതിന് ശേഷമാണ് അതിൽ നിന്നും ശബ്ദം ഉണ്ടാക്കുന്നത്. ശംഖ്. റെഡി, അടിപൊളി. അടുത്ത ചോദ്യം. ഓക്കെ, ഒരു സംഖ്യക്ക് മുന്നിൽ ആ ചേർത്താൽ നമ്മൾ പേടിക്കണം. ഏതാണ് സംഖ്യ? ഒരു സംഖ്യ. ഈ സംഖ്യയുടെ മുന്നിൽ ആ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം. എന്താണ്? ഏതാണ് സംഖ്യ? ആപത്ത്. റൈറ്റ് ആൻസർ, ആപത്ത്.
കറക്റ്റ് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം കേട്ടോ. ഇനി 3 ചോദ്യം മാത്രം. ചോദ്യം: സ്ത്രീയുടെ പേര് ഇംഗ്ലീഷിൽ വരുന്ന മലയാളത്തിലെ പച്ചക്കറി ഏതാണ്? സ്ത്രീയുടെ പേര് ലേഡീസ് ഫിംഗർ. റൈറ്റ് ആൻസർ, ലേഡീസ് ഫിംഗർ. 8ാമത് ചോദ്യം: ഒരു കുപ്പിയിൽ 2 എണ്ണ ഏതാണ്? ഇതൊരു കടങ്കഥയാണ്. ഒരു കുപ്പിയിൽ 2 എണ്ണ. മുട്ട. റൈറ്റ് ആൻസർ, മുട്ട. ഓക്കെ. 9ാമത്തെ ചോദ്യം: കണ്ണില്ലാതെ പറക്കുകയും കരയുകയും ചെയ്യുന്ന സാധനം. കണ്ണില്ലാതെ പറക്കുകയും കരയുകയും ചെയ്യുന്ന സാധനം. കുസൃതിയാണ്, ആ രീതിയിൽ എടുക്കുക. കണ്ണിൽ മേഘം. റൈറ്റ് ആൻസർ, മേഘം. ഓക്കെ. 10ാമത്തെ ചോദ്യം: ഒരു നിറത്തിന്റെ പേരിൽ തുടങ്ങുന്ന വെള്ളം ഏതാണ്? പച്ചവെള്ളം. റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ളത് റോസ് വാട്ടർ എന്നുള്ളതാണ്. കുഴപ്പമില്ല, പച്ചവെള്ളം. അപ്പൊ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് യെസ്. പേര് പറ. ഞാനാണോ ശാരിക? ഞാനാണോ? സമ്മാനമുണ്ട്. അപ്പൊ നമ്മുടെ ശാരിക ചേച്ചിക്ക് ഞങ്ങൾ ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനമാണ്. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് പരിചയമുള്ള ഒരു മുഖമാണ് ടീം 4 സ്റ്റാർ. ചിരിക്കൊടുക്ക, ഇതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് കുടുകൂടെ ചിരിപ്പിച്ച വോഡാഫോൺ ആ വേദിയിൽ കട്ടപ്പ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത ശ്യാം മങ്ങാട്ട് ഈ സമ്മാനം നൽകുകയാണ്. ശ്യാമേട്ടാ, സ്നേഹ സമ്മാനം നമ്മുടെ ഞാനാണ് ശാരിക BMTV നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഹാപ്പി ആണല്ലോ? സാറൊരു ഉത്തരവും പറഞ്ഞിട്ടില്ല. അല്ല, ബോറല്ലോ, നല്ല ചോദ്യമല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ചാറ്റ പറഞ്ഞേക്ക്.